ശ്രീരാഗ് എന്നാണ്. സ്ഥലം കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടാണ്. ഞാൻ ഈ ഒരു മേഖലയിൽ വരുന്നതിന് മുമ്പ് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും പഠിച്ച ആ മേഖലയിൽ ഏറ്റവും നല്ല രീതിയിൽ ഉയരാൻ വേണ്ടിയിട്ടാണ് പൊതുവെ നമ്മൾ ശ്രമിക്കുക. ഞാനും ചെയ്ത കാര്യം തന്നെയായിരുന്നു. ഞാൻ പഠിച്ച മേഖലയിൽ നന്നായിട്ട് ജോലി ചെയ്യുക, അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാക്കുക, നല്ല സാധ്യതകൾ തേടി പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്റെ മനസ്സിലുണ്ടായിരുന്ന പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷെ എവിടെയാ ഒരു മാറ്റം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ ജോലിക്ക് പോയ സമയത്ത് അവിടുന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഒരുപക്ഷെ മറ്റെന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ കൊണ്ടുവന്നത്. കാരണം ഒരാളുടെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. നമുക്ക് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ ഒരു സ്വാതന്ത്ര്യം അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. പിന്നെ അതുപോലെ തന്നെ വരുമാനം, നമുക്ക് ഒരു പരിധിക്ക് മുകളിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവിടുന്ന് ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തിനാണ് ഇങ്ങനെ ഇത്രയും സ്ട്രെസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ജോലി ചെയ്യുന്നത്? കുറച്ചും കൂടി മനസ്സിന് സന്തോഷമുള്ള, ഒരുപക്ഷെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മേഖല വേണമായിരുന്നു എന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ അവിടെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഇവിടെ വീട്ടിനടുത്തുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അവരാണ് ഒരു ദിവസം ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, എന്താണ് പ്രോഗ്രാം, ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു മേഖല എന്താണ്, ഒരക്ഷരം പോലും പറയാതെയാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാമിന് പോയെന്ന് വെച്ച് കഴിഞ്ഞാല്, ചേച്ചിയാണ് വിളിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് ആ ചേച്ചിയോട് ഒരു വിശ്വാസമുണ്ട്. ചേച്ചി എന്തായാലും നല്ല കാര്യമേ പറഞ്ഞു തരുള്ളൂ. ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ അന്ന് പ്രോഗ്രാമിന് പോയത്. പക്ഷെ ആ പ്രോഗ്രാമിന് പോയ സമയത്ത് വലുതായിട്ട് ഒന്നും ഇതിനെക്കുറിച്ച് മനസ്സിലായിരുന്നില്ല. കാരണം അതൊരു സെലിബ്രേഷൻ പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ ഏകദേശം ഒരു 1000-1500 പേര് അവിടെ ആ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ച കാര്യം എന്ന് വെച്ചാല്, ഇത്രയൊക്കെ ആൾക്കാര് ഇതെന്താണ് ഇത്രയും ഒരു ആവേശം നിറഞ്ഞ രീതിയിൽ ഇവരെന്താണ് ഈ കൈയടിക്കുന്നത്, എന്താണ് ഇവര് കോട്ടൊക്കെ പുറത്തൊരു ബെൻസ് കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതി എന്തോ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ബിസിനസ് പ്ലാൻ എന്താണ്, ഈ ബിസിനസ് എന്താണ്, ഒന്നും ഒരു കാര്യങ്ങളും ഒരുപക്ഷെ അന്നത്തെ ആ ഒരു പ്രോഗ്രാമിൽ കിട്ടിയിരുന്നില്ല. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചെന്ന് ഞാൻ ചെയ്ത വലിയൊരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തിരിച്ചെന്റെ ജോലിയിലേക്ക് പോയി. അതായത് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി മുന്നിൽ വെച്ചിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാത്തത് കൊണ്ട് ഞാൻ തിരിച്ചെന്റെ കമ്പനിയിലേക്ക് തന്നെ പോയി. പക്ഷെ ആ കമ്പനിയിൽ പിന്നെ കൂടുതൽ കാലം കണ്ടിന്യൂ ചെയ്യാൻ തോന്നിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സന്തോഷവും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഒരുപക്ഷെ എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ ദൈവം നമ്മളെ ഒരു മേഖലയിൽ നിന്ന് പുതിയൊരു മേഖലയിലേക്ക് നമുക്കൊരു സമയത്ത് ഒരുപക്ഷെ വഴി കാണിച്ചു തരും. ഒരു വഴികാട്ടിയായിട്ട് ദൈവം നമ്മുടെ മുമ്പിൽ വരും. അങ്ങനെ ഏകദേശം കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മനസ്സിലൊരു ആഗ്രഹം തോന്നുന്നത്. ഇതെന്താണ്, ഇവിടെ എന്താണ് നടക്കുന്നത്, ഇവിടെ ഒരുപാട് പേര് വരുമാനം വാങ്ങുന്നുണ്ട്, ഒരുപാട് അച്ചീവ്മെന്റ്സ് കാണുന്നുണ്ട്. അപ്പോ എന്താണ് ഈ മേഖല എന്നുള്ളതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാല്, നമ്മളെല്ലാവരും പറയാറുണ്ട്, നമുക്ക് ജീവിതത്തിൽ ചില സമയങ്ങളിൽ ദൈവം പല മനുഷ്യരുടെ രൂപത്തിലായിട്ട് പ്രത്യക്ഷപ്പെടും. എന്റെ ജീവിതത്തിൽ ശരിക്കും ലിറ്ററലി പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട 2 വ്യക്തികൾ, ഞാൻ ഇന്ന് ദൈവതുല്യരായി കാണുന്ന 2 വ്യക്തികൾ, ഇന്ന് കമ്പനിയുടെ അപ്കമിങ് ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള മനോജ് സർ, അതുപോലെ കമ്പനിയുടെ റീജിയണൽ ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള പുഷ്പകുമാരി മാഡം. ഈ 2 വ്യക്തികൾ വഴിയാണ് ഈ ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാനും ഇതൊരു വലിയ സാധ്യതയാണ് എന്നുള്ള കാര്യം എന്റെ ഉള്ളിലേക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ച 2 വ്യക്തികളാണ്. ഞാൻ ഇന്നും അവർക്കുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഞാൻ ഇവരോട് ചോദിച്ചു, സർ, നിങ്ങൾ കുറച്ച് മാസം മുമ്പ് കണ്ട വ്യക്തിയാണ് ഞാൻ. കാരണം എനിക്ക് ഇവരെ വേറെ പരിചയമില്ല. ആ ചേച്ചി വഴിയാണ് ഞാൻ പരിചയപ്പെട്ടത്. നിങ്ങൾ മുമ്പ് സംസാരിച്ച വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ അന്ന് സംസാരിച്ച കാര്യം, നിങ്ങൾ സത്യം പറയുക, അന്ന് നിങ്ങൾ സംസാരിച്ച കാര്യം നല്ലതാണോ? ഇതെന്താണ്, ഇതുപോലെയുള്ള വരുമാനങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ടോ? നമ്മളൊരു കരിയറായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമോ? അന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇവർ പറഞ്ഞു. അതായത് നിന്റെ കൂടെയുണ്ട്, നിങ്ങളുടെ കൂടെ നമ്മളുണ്ട്, ഈ ടീമുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്ന് മനസ്സിലാക്കി നോക്കൂ, പ്രോഗ്രാംസിലേക്ക് വരിക.
അപ്പൊ ഞാൻ ചിന്തിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, പൊതുവെ ഒരു ബോസ് അല്ലെങ്കിൽ നമ്മുടെ മേലധികാരിയൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ ടോൺ തന്നെ വളരെ വ്യത്യാസമായിരിക്കും. പക്ഷെ ഇവിടെ ഒരു ബോസി ടോൺ ആയിരിക്കും. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏട്ടനോ ഒരു ചേച്ചിയോ അല്ലെങ്കിൽ ഒരു അനിയനെയൊക്കെ പോലെ വളരെ സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് നമ്മളുമായിട്ട് വരുന്നത്. അപ്പൊ ഞാൻ കരുതി ഏതായാലും ഒരു പറഞ്ഞതല്ലേ, പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാം. അങ്ങനെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത സമയത്തും കുറച്ചൊക്കെ കാര്യങ്ങൾ, അന്നാണ് ആദ്യമായിട്ട് ഇതിന്റെ പ്ലാൻ കാര്യങ്ങൾ കേൾക്കുന്നത്. ഇത്രയാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് പ്രൊഡക്ട്സ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് പല ലെവൽസ് ഓഫ് പ്രോഗ്രാംസ് മെല്ലെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഈ സാധിക്കുന്ന സമയത്ത് ഒരുപക്ഷെ എല്ലാവരുടെയും ലൈഫിൽ, ഈ ബിസിനസ് ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസിൽ ഒന്നാണ് RTP എന്ന് പറയുന്നത്, റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം. ഭാഗ്യവശാല് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ആ ഒരു സമയത്ത് ഒരുപക്ഷെ അന്ന് ബിസിനസ് കയറി വരുന്ന ഒരു ടൈമായിരുന്നു. അന്ന് ഈ ഒരു RTP എന്ന് പറയുന്ന പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പൊ ഞാനന്ന് ചിന്തിച്ച കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സാധാരണ പ്രോഗ്രാംസിന് ഒരു 30 രൂപ, 50 രൂപ, കൂടിപ്പോയാൽ 100 രൂപ. ഈ RTP എന്ന് പറയുന്ന പ്രോഗ്രാമിന് അന്ന് ഏകദേശം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന അന്നത്തെ ടൈമിൽ അറൌണ്ട് ഒരു 3000-3500 രൂപയാ മറ്റും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ 3000 രൂപയും കൊടുത്തിട്ട് എന്ത് പ്രോഗ്രാമാണ് നമ്മൾ ഈ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? 100 രൂപ ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. പക്ഷെ 3000 രൂപ എടുത്തിട്ട് എന്താണ് ഇതിന്റെ ഉള്ളിലുള്ള സംഭവം? പക്ഷെ അന്ന് ലീഡേഴ്സ് ഒരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ ഇന്ന് വരെ ലൈഫിൽ അറ്റൻഡ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും അറിവ് തരുന്ന പ്രോഗ്രാം ആയിരിക്കും നിങ്ങൾ ഈ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. അപ്പൊ എന്റെ ഉള്ളിൽ ഒരു കൗതുകം ഉണ്ടായിരുന്നു, അത്രയൊക്കെ എന്താണ് അവിടെ കേൾക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ RTP എന്നുള്ള പ്രോഗ്രാമിന് പോയി. നിങ്ങൾ പലരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. 2 ദിവസത്തെ പ്രോഗ്രാമാണ്. അങ്ങനെ അവിടെ പോയി സ്റ്റേ ചെയ്തു. സ്റ്റേ ചെയ്തിട്ട് 2 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു. ശരിക്കും അതിലാണ് ഈ ഇൻഡസ്ട്രിയുടെ ഒറിജിനൽ പൊട്ടൻഷ്യൽ, ഇതെന്താണ്, ഇതിന്റെ ഫ്യൂച്ചർ എന്താണ്, ഭാവിയിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ് വഴി നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, ഇങ്ങനെയുള്ള വലിയ സാധ്യതകൾ മനസ്സിലായത് അന്നത്തെ ആ പ്രോഗ്രാമിൽ വെച്ചിട്ടാണ്. പക്ഷെ ഈ ബിസിനസ്സിൽ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് അറിവിനേക്കാൾ വലുത് തിരിച്ചറിവാണ്. അന്ന് ആ പ്രോഗ്രാമില് ഇന്ന് കമ്പനിയുടെ GTC റാങ്കിൽ നിൽക്കുന്ന ഒരുപക്ഷെ നമ്മുടെയൊക്കെ എന്താ പറയാ, നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിത്വമാണ് മിസ്റ്റർ MS പ്രസാദ് സർ. സാറിന്റെ ആയിരുന്നു ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. സാറിന് 2 കാര്യങ്ങൾ സാറ് പറഞ്ഞിരുന്നു, 2 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പല കാര്യങ്ങൾ സംസാരിച്ചിട്ട് വലിയ സാധ്യതകൾ പറഞ്ഞു തന്നിട്ട് അച്ചീവ്മെന്റ്സ് ഒക്കെ സംസാരിച്ചിട്ട് സാറ് ചോദിച്ച 2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ബിസിനസ്സിൽ ഞാൻ ഇന്നും ഇത്രയും പാഷനോട് കൂടിയിട്ട് ഞാൻ ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കാനുള്ള 2 ചോദ്യങ്ങളായിരുന്നു. അന്ന് സാറ് ചോദിച്ച പല ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അടുത്ത ഒരു 10, 20, 30 വർഷം നിങ്ങൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി പറ്റുമോ? നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുമോ? ഞാനെന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഒരാൾ എന്നോട് ചോദിക്കുന്നത്. അതായത് എന്ത് മേഖല ആയിക്കോട്ടെ, നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, നമ്മൾ അവിടെ വരുമാനം ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ അടുത്തൊരു 10-20 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ചെയ്യുന്ന മേഖലയിൽ നമ്മൾ വിജയിക്കുന്നുള്ളത് ഉറപ്പാണോ? ഞാനത് ഇരുന്നന്ന് ആലോചിച്ചു. ശരിയാണ്, എന്റെ ഫീൽഡ് എഞ്ചിനീയറിംഗ് ആണ്, മെക്കാനിക്കൽ ആണ്, സ്വാഭാവികമായിട്ടും നമുക്ക് പുറത്തു പോകാൻ പറ്റും, സാധ്യതകളുണ്ട്. പക്ഷേ എന്താ പറയാ, ഇത്രയും ജനങ്ങൾക്കിടയിൽ എന്റെ മേഖലയിൽ വളരെ നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പൊ ശരിക്കും ഞാനും ആ മേഖലയിലല്ല ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഇത് ഒന്നാമത്തെ ഒരു ചോദ്യമായിരുന്നു. അപ്പൊ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ശരിക്കും ഡൗട്ട്ഫുൾ ആണ്. കാരണം ജീവിച്ചു പോവാം, അത്യാവശ്യമൊക്കെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ചിലർ വലിയ വരുമാനം ഉണ്ടാക്കും, പക്ഷെ അത് വളരെ കുറവാണ്. നമ്മളൊരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ പക്ഷേ ഒരു 5-10 പേരായിരിക്കും വളരെ നല്ല ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്ക് അത്യാവശ്യം ലോണും കടങ്ങളും അത്യാവശ്യം അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ജീവിക്കുന്നത്. രണ്ടാമത് പ്രസാദ് സാർ ചോദിച്ച രണ്ടാമത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങൾ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇന്ന് വരുമാനം ഉണ്ട്, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി എന്ത് ചെയ്യും? അന്നാണ് ഞാൻ ഈ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ചത്. ഞാനൊരു പ്രൈവറ്റ് മേഖലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്.
ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, എനിക്ക് വരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി വെച്ച കടങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെച്ച ബാധ്യതകൾ, ഞാൻ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഒരു കൂട്ടം കുടുംബാംഗങ്ങൾ, ഇവർ ഒരുപക്ഷെ വേറെ വരുമാനം ഇല്ലെങ്കിൽ എന്റെ വരുമാനത്തിലാണ് ഇവർ ഡിപ്പെൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കുടുംബം തകരാൻ വേണ്ടിട്ട് ഈ ഒരു സിറ്റുവേഷൻ മതി. അന്ന് വരെ ഞാൻ പറഞ്ഞില്ല, അന്ന് വരെ ഒരാളും ചോദിക്കാത്തൊരു ചോദ്യമായിരുന്നു എന്നോട്, ഞാൻ ചിന്തിക്കാത്തൊരു ചോദ്യമായിരുന്നു. ഞാൻ ചെയ്യുന്ന മേഖലയിൽ ഞാൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്ന എന്നെ ആശ്രയിച്ചിരിക്കുന്നവർ എന്ത് ചെയ്യും? ഞാനത് ഇരുന്ന് ആലോചിച്ചു. അന്നത്തെ ആ പ്രോഗ്രാമിൽ ഇരുന്ന് ഞാൻ ആലോചിച്ചു. കാരണം ചോദിച്ചത് വെറും ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടോ ഇങ്ങനെയൊന്നും അല്ല, നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അന്നാണ് ശരിക്കും അന്നൊരു സൊല്യൂഷൻ കൂടി പറഞ്ഞു തന്നു. അതായത് അതിനുള്ളൊരു ഉത്തരം കൂടി പറഞ്ഞു തന്നു. അതായത് എന്തിനാണ് ഈ ബിസിനസ് ചെയ്യേണ്ടത് എന്നുള്ള എന്റെ ഒരു വൈ, അതിനുള്ള ഉത്തരമാണ് ശരിക്കും അന്നത്തെ ആ പ്രോഗ്രാമിൽ എനിക്ക് വെച്ച് കിട്ടിയത്. ശരിക്കും പറയാൻ അറിവിനേക്കാളും എനിക്ക് തിരിച്ചറിവ് ലഭിച്ചൊരു ഒരു 2 ദിവസങ്ങളായിരുന്നു അന്നത്തെ 2 ദിവസങ്ങൾ. അന്ന് മുതലാണ് ഞാൻ ഈ ബിസിനസ്സിനെ വളരെ വളരെ എന്താ പറയാ ഒരു പാഷനായിട്ട് ഇത് ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിൽ ഞാൻ ഈ ബിസിനസ്സിനെ ഏറ്റെടുത്തത് അന്നത്തെ ആ പ്രോഗ്രാമിന് ശേഷമായിരുന്നു. അതിനുശേഷവും നിരവധി പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, കാണുന്ന ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. കാരണം നമ്മളുടെ അറിവ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഏത് മേഖലയിലും കയറി പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിച്ചു, അന്ന് പ്രൊഫസർ സാറ് പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഏത് മേഖലയിലും ഇപ്പൊ സാധാരണ നമ്മളൊരു മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി കിട്ടണമെങ്കിൽ നമ്മൾ ചിലപ്പോ ഒരു 5-10 വർഷം പഠിച്ചിട്ടായിരിക്കും നമുക്ക് ജോലി കിട്ടുന്നത്. ഒരു പക്ഷെ +2 വിദ്യാഭ്യാസം കഴിഞ്ഞു, അതിനുശേഷം ഒരു ഡിഗ്രി നമ്മൾ ചെയ്യുന്നുണ്ടാവുമായിരിക്കും, അതിനുശേഷമാണ് ജോലി ലഭിക്കുന്നത്. പക്ഷെ ഈ ഒരു മേഖല നോക്കുകയാണെങ്കിൽ അതിനും ഈ ഒരു മേഖലക്ക് നമ്മൾ കുറച്ച് സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിനെക്കുറിച്ച് പഠിക്കണം, ഈ മേഖലയെ കുറിച്ച് പഠിക്കണം, കമ്പനിയെ കുറിച്ച്, ഉൽപ്പന്നങ്ങളെ കുറിച്ച്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ടൈം നമുക്ക് വേണം ഈ ഒരു മേഖലയിൽ. ഞാൻ അതിന് റെഡി ആയിരുന്നു, ഞാൻ പഠിക്കാൻ തയ്യാറാണ്. കാരണം ജോലി പൂർണ്ണമായിട്ടും ഒഴിവാക്കിയ സിറ്റുവേഷനിൽ ആണ് ഞാൻ ഈ ബിസിനസ് വളരെ ശക്തമായിട്ട് ഏറ്റെടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പഠിച്ചേ പറ്റൂ, കാരണം വരുമാനമില്ല, ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ഈ ബിസിനസിനെ കുറിച്ച് പഠിച്ചേ പറ്റൂ. രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങി പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, നോളേജ് കൂട്ടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഞാൻ ഈ മേഖലയിൽ വന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്ത പക്ഷെ എന്റെ ഉള്ളിലുണ്ടായ കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സംശയങ്ങള് എന്താ പറയാ അത് ക്ലിയർ ചെയ്ത സമയത്താണ് ഈ ബിസിനസ് നന്നായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് ഈ രീതിയിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് എന്റെ ഉള്ളിലുണ്ടായ സംശയങ്ങൾ ഞാൻ എങ്ങനെ കവർ ചെയ്തു, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു എന്റെ സംശയങ്ങൾ. ഒരുപക്ഷെ അതിൽ തന്നെ നിങ്ങൾക്ക് പലർക്കും എന്റെ എക്സ്പീരിയൻസ് ലഭിക്കുന്നതാണ്. ഞാൻ പോയ വഴി ഞാനൊന്ന് പറഞ്ഞുതരാം. ഞാൻ ആദ്യമായിട്ട് നോക്കി, സ്വാഭാവികമായിട്ടും ആരും നോക്കുന്ന കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രി എന്താണ്, ഈ ഇൻഡസ്ട്രി എന്താണ്, ഈ മേഖലക്ക് സാധ്യതയുണ്ടോ. കാരണം നമ്മളെല്ലാം വിട്ടെറിഞ്ഞ് വരാൻ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ആരും പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ചെയ്തിട്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്ന മേഖലയുടെ ജെന്യൂനിറ്റി, അതിന്റെ ക്രെഡിബിലിറ്റി നമ്മൾ എന്തായാലും ആദ്യം നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ ചെയ്ത കാര്യം വെച്ചാൽ ഗൂഗിൾ എടുത്തു, നമ്മുടെ യൂട്യൂബ് എടുത്തു, മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ് നോക്കാൻ തുടങ്ങി. അപ്പൊ നോക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രി വളരെ സ്ട്രോങ് ആണ്. പക്ഷേ നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമായിരിക്കും, ഇത് സംസാരിക്കാതെ പോകുന്നത് ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. ഇതിന്റെ മറ്റൊരു സൈഡായിട്ടുള്ള പോൺസി സ്കീം, നമ്മുടെ നിക്ഷേപ സ്കീമുകൾ, ഇങ്ങനെയുള്ള കുറെ മണ്ടത്തരങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒറിജിനൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ ഈ ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ അൺലിമിറ്റഡ് ആണ്. അതായത് പരിധിയില്ലാത്ത സാധ്യതകളുള്ള വലിയൊരു ലോകമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താ വെച്ചാൽ ഇൻഡസ്ട്രി നല്ല ഇൻഡസ്ട്രിയാണ്, പിന്നെ കമ്പനികൾ അത് ചെയ്തു, ആൾക്കാർ ചെയ്തു, അത് രണ്ടാമത്തെ കാര്യമാണ്. ഇൻഡസ്ട്രി നല്ലതാണോ? ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. കാരണം പല ഇൻഡസ്ട്രികളും ഇന്ന് താഴോട്ട് പോവുകയാണ്. ഞാൻ അന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, വരുന്നൊരു 4-5 വർഷത്തിൽ ഈ ബിസിനസ് ഇന്ത്യയിലെ ഏറ്റവും ബൂം ചെയ്യുന്ന ബിസിനസ്സിൽ ഒന്നായിട്ട് മാറും എന്നുള്ളത്. അപ്പൊ അന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് കേൾക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിരുന്നു, ഇതെല്ലാരും പറയുന്ന കാര്യമല്ലേ, അവരവരുടെ ഇൻഡസ്ട്രി നല്ലതായിരിക്കും, അവരവരുടെ മേഖല നല്ലതായിരിക്കും. പക്ഷെ ഇന്ന് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാല്
ചില കാര്യങ്ങൾ കാലം തെളിയിക്കും. നമ്മൾ എത്ര ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സമയവും ഈ പ്രകൃതിയും ഈ ഭൂമിയും ഈ കാലവും തെളിയിക്കും ചില കാര്യങ്ങൾ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വേൾഡിലെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി ആയിട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മാറിയിരിക്കുകയാണ്. അപ്പൊ അന്ന് കേട്ട കാര്യങ്ങള് ഇന്ന് സത്യമായിട്ട് വരികയാണെന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അന്നൊരു കാര്യം എനിക്ക് മനസ്സിലായിരുന്നു, ഇൻഡസ്ട്രി വളരെ നല്ല ഇൻഡസ്ട്രിയാണ്, പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് സാധ്യത വളരെ അധികമുള്ള ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അപ്പൊ എനിക്ക് തോന്നി ഏതായാലും വന്ന ഇൻഡസ്ട്രി മോശമല്ല, സാധ്യതയുള്ള ഇൻഡസ്ട്രിയാണ്. അങ്ങനെ ഒരു മനസ്സിലൊരു ഫീല് വന്നിരുന്നു. അപ്പൊ അതൊരു തരത്തിലുള്ള വിശ്വാസമായിരുന്നു എനിക്ക് ലഭിച്ചിരുന്നത്. ഞാൻ രണ്ടാമത് നോക്കിയ കാര്യം എന്തായിരുന്നു വെച്ചാല് ഈ കമ്പനിയെ കുറിച്ചിട്ടാണ്. സ്വാഭാവികമായിട്ടും എല്ലാ കമ്പനിക്കാരും പറയും നമ്മളാണ് നല്ലത്, നമ്മളാണ് ഏറ്റവും ബെസ്റ്റ്, നമ്മളത്ര വളരാൻ മറ്റൊരു കമ്പനി ഇല്ല. ഇത് സ്വാഭാവികമായിട്ടും ഏതൊരാളും പറയുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് അതിന് തെളിവുകൾ ഉണ്ടായിരിക്കണം, എന്താ പറയാ, ജെന്യൂൻ ആയിട്ടുള്ള പ്രൂഫ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ പുറകെ ഓടാൻ തുടങ്ങി. ഇവർ ഈ പറയുന്നത് സത്യമാണോ, നല്ല കമ്പനിയാണോ? അന്ന് നോക്കുമ്പോഴും ഈ കമ്പനി ടോപ്പ് 10 ലിസ്റ്റിലെ ഫസ്റ്റ് ആയിരുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഈ കമ്പനി ടോപ്പ് 10 ലിസ്റ്റിലെ ബെസ്റ്റ് കമ്പനിയാണ്, ഫസ്റ്റിൽ നിൽക്കുന്ന കമ്പനിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു കമ്പനി ടോപ്പ് ലെവലിൽ നിൽക്കണമെങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 60-70 വർഷം പഴക്കമുള്ള കമ്പനീസ് ഓൾ ഓവർ ദ വേൾഡും ഓൾ ഓവർ ദ ഇന്ത്യയിലും ഉണ്ടെങ്കിലും ഇത്രയും കമ്പനികളെ പുറകോട്ടാക്കിയിട്ട് ഒരു കമ്പനി ടോപ്പ് ലെവലിൽ നിൽക്കണമെങ്കിൽ ആ കമ്പനിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ക്വാളിറ്റിയും കപ്പാസിറ്റിയും ഉണ്ടെങ്കിൽ മാത്രമേ ടോപ്പ് ലെവലിൽ കുറെ വർഷങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് അവർക്ക് നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒരുപക്ഷെ നിങ്ങളെ മുമ്പിൽ ഞാനിത് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ സന്തോഷത്തിലുപരി അഭിമാനമുണ്ട്. കാരണം പല കമ്പനികളുടെയും അത് താഴോട്ടാണോ പോകുന്നത് മുകളിലോട്ടാണോ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ധാരണ നമുക്ക് കിട്ടുക ഒരു 3 മുതൽ 5 വർഷം എടുക്കുമ്പോഴാണ്. അഭിമാനമുണ്ട്. കാരണം 12 വർഷമായിട്ട് റൺ ചെയ്തുകൊണ്ട് ഇന്നും നിങ്ങൾ ടോപ്പ് 10 ഡയറക്ട് സെല്ലിംഗ് കമ്പനീസ് ഇൻ ഇന്ത്യ എന്ന് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇന്നും മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഒരുപക്ഷെ ഞാൻ അന്ന് സന്തോഷിച്ച ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇത്രയൊക്കെ കമ്പനികൾ ഉണ്ടായിട്ടും ദൈവാനുഗ്രഹത്താൽ എന്താ പറയാ മോശം കമ്പനികളിൽ ഒന്നും പെടാതെ തന്നെ ഇത്രയും നല്ല കമ്പനിയിൽ വന്നു ചേരാൻ പറ്റി എന്നുള്ള ഭാഗ്യം ഞാൻ ഇന്നും ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം മറ്റൊരു കമ്പനിയിൽ എന്റെ പണം പോകാനോ മറ്റുള്ളവർക്ക് എന്നോടുള്ള റെസ്പെക്ട് പോകാനോ അല്ലെങ്കിൽ അവർക്കുള്ള വിശ്വാസം പോകാനുള്ള ഇട ദൈവം വരുത്തിയിരുന്നില്ല. ഭാഗ്യവശാൽ എത്തിയത് ഏറ്റവും ബെസ്റ്റ് കമ്പനിയിലാണ്. അപ്പൊ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി വേറൊരു കമ്പനീനെ കുറിച്ച് ചിന്തിക്കാനോ വേറെ മേഖലയെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. മേഖലയും ബെസ്റ്റ് ആണ്, കമ്പനിയും ബെസ്റ്റ് ആണ്. ഒരുപക്ഷെ കമ്പനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഓഗസ്റ്റ് അറൌണ്ട് ഒരു 14th നമ്മുടെ 12ാമത്തെ ആനിവേഴ്സറി കഴിഞ്ഞത്. ഞാൻ ഈ 12ാമത്തെ ആനിവേഴ്സറി കഴിയുമ്പോഴും ഞാൻ മനസ്സിൽ ചിന്തിച്ച കാര്യം ഇതായിരുന്നു. അന്ന് സംസാരിക്കുമ്പോൾ ഏകദേശം കുറച്ച് വർഷങ്ങൾ നോക്കുമ്പോൾ അന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതായിരുന്നു, ഈ കമ്പനി എപ്പോഴും ബെസ്റ്റ് ആയിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ കമ്പനി ബെസ്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ കൂടെ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരും ബെസ്റ്റ് ആയിക്കൊണ്ട് അവരുടെ ലൈഫ് മാറിക്കൊണ്ട് പോകും. ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇവിടത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ കമ്പനി എത്രയോ സാധാരണക്കാരുടെ ലൈഫിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നുകൊണ്ടതിൽ. അപ്പൊ ഇത് നമുക്ക് പ്രൂഫായിട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇൻഡസ്ട്രി, ഈ കമ്പനി കൊണ്ടുവരുന്ന മാറ്റങ്ങള്, ഇവരുടെ ലൈഫ് സ്റ്റൈല്, ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വരുമാനങ്ങള്, ആ വരുമാനം കൊണ്ട് ഇവർക്ക് സമൂഹത്തിലേക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള്, ഇത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് വരികയാണ്. അപ്പൊ കമ്പനി ഓരോ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുമ്പോഴും ശരിക്കും നമ്മൾ എന്താ പറയാ, നമ്മുടെ കുടുംബത്തിലുള്ള ഒരാള് പിറന്നാള് സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ആനിവേഴ്സറി, ഇങ്ങനെയുള്ള ഒരു ഫീലാണ് ശരിക്കും നമുക്ക് കമ്പനി ഓരോ ആനിവേഴ്സറി കവർ ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ നോക്കിയ കാര്യം എന്താണെന്ന് വെച്ചാല് ഉൽപ്പന്നങ്ങളെ കുറിച്ചിട്ടാണ്. കാരണം സ്വാഭാവികമായിട്ടും നല്ല കമ്പനിയാണ്, നല്ല ഇൻഡസ്ട്രിയാണ്, പക്ഷെ എന്താണ് ഇവർ കൊടുക്കുന്ന പ്രൊഡക്ട്സ് എന്താണ്? കാരണം ഞാൻ അന്ന് ചിന്തിച്ചൊരു കാര്യമാണ്. കാരണം പ്രൊഡക്ട്സ് നല്ലതല്ലെങ്കിൽ ഇനി എന്ത് നല്ല കമ്പനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കതില് ഒരു എന്താ പറയാ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നല്ല പ്രൊഡക്ട്സ് അല്ല, ഞാനിങ്ങനെ പറയാം, നല്ല കമ്പനിയാണ് പക്ഷെ നമ്മുടെ പ്രൊഡക്ട്സ് അത്ര നല്ലതല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്പനി നമുക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ വേഗം ബിസിനസ്സിൽ എൻട്രി ചെയ്തു, ഒരു ID രജിസ്റ്റർ ചെയ്തു. കാരണം
കേരള ഗവൺമെന്റ് റൂൾസ് അനുസരിച്ചിട്ട് ഒരു കമ്പനിയിൽ, ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഐഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ കൊടുക്കാനോ അല്ലെങ്കിൽ നിക്ഷേപിക്കാനോ നമുക്ക് പാടില്ല. മൈലേജ് സ്റ്റൈൽ ഇന്നും ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഇന്ന് വരെ ID രജിസ്ട്രേഷൻ ഇന്ന് വരെ കമ്പനി പൈസ വാങ്ങിയിട്ടില്ല. പക്ക ഗവൺമെന്റ് ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ടാണ് പോകുന്നത്. ഞാൻ ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ, വേഗം ഒരു ID രജിസ്റ്റർ ചെയ്തു, ഫ്രീ ആണ്. ID രജിസ്റ്റർ ചെയ്തു, വീട്ടിലേക്കുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോഴാണ് ചെറുതായിട്ട് കുറച്ച് റിസൾട്ട് കിട്ടാൻ തുടങ്ങിയത്. നമുക്ക് പുളിപ്പിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, പുളിപ്പ് മാറിക്കെട്ടി. ചെറുതായിട്ട് ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചെറിയ എന്താ പറയാ ഗ്യാസ് പോലെയുള്ള ചെറുതായിട്ട് കൂടുതൽ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിക്കുമ്പോൾ വരുന്ന, അപ്പൊ അതിനൊക്കെ ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പ്രൊഡക്ട്സ് നല്ലതാണ്, കുഴപ്പമില്ല. കാരണം സ്റ്റാർട്ടിങ് ആണ്, നമുക്കൊന്നും അറിയില്ല ഇതിനെ കുറിച്ചിട്ട്, എന്താണ് ഈ പ്രൊഡക്ട്സ്, ഇതിന്റെ സാധ്യത എന്താണ്. അങ്ങനെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പേഴ്സണലി നമുക്കൊരു വിശ്വാസം വരാൻ തുടങ്ങും, ആ പ്രൊഡക്ട്സ് നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അത്ഭുതങ്ങളാണ് ഈ ബിസിനസ്സിൽ ഈ പ്രൊഡക്ട്സ് കൊണ്ടുവന്നത്. കാരണം ഞാൻ എല്ലാം പറയാനുള്ള നമുക്ക് സമയമില്ല, വളരെ ചുരുങ്ങിയ സമയം മാത്രമേ എനിക്ക് അവൈലബിൾ ഉള്ളൂ. പക്ഷെ അതിൽ ഞാൻ എന്റെ ഈ ബിസിനസ് കരിയറിൽ കിട്ടിയതിൽ വെച്ചിട്ട് ഇതിന് ഞാൻ വിശ്വസിക്കുന്നത് ഇതിനപ്പുറം ഒരു റിസൾട്ട് എനിക്ക് ഈ ബിസിനസ്സിൽ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം എന്താന്ന് വെച്ചാൽ പല റിസൾട്ടിൽ ഏറ്റവും ടോപ്പ് റിസൾട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു. സ്വാഭാവികമായിട്ട് നമ്മൾ ബിസിനസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബന്ധുക്കളിലേക്ക് പ്രൊഡക്റ്റ് കൊടുക്കും, നമ്മുടെ കസ്റ്റമേഴ്സില്, കൂട്ടുകാരിലേക്ക് എല്ലാവരിലേക്ക് പ്രൊഡക്റ്റ് കൊടുക്കും. അപ്പൊ എല്ലാവരും പ്രൊഡക്റ്റ് വാങ്ങണമെന്നൊന്നുമില്ല, കാരണം സ്വാഭാവികമായിട്ട് ഒരു ബിസിനസ് ആണ്, എല്ലാവരും പ്രൊഡക്റ്റ് വാങ്ങണമെന്ന് വെച്ചാൽ നടക്കില്ല. പക്ഷെ കുറച്ച് പേര് നമ്മളിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങാൻ തുടങ്ങും, കുറച്ച് പേര് പിന്നീട് വാങ്ങും. ഒരു സമയം എടുത്തിട്ടേ കുറച്ച് പേര് വാങ്ങുള്ളൂ, ഒറ്റയടിക്ക് എല്ലാവരും വാങ്ങണമെന്നില്ല. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, ഏത് ബിസിനസിന്റെ. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ എന്റെ ബന്ധുവിന്റെ അടുത്തേക്ക്, എന്റെ ഒരു അകന്ന ബന്ധുവാണ്, ഒരു ഇളയപ്പനും അതായത് ഒരു അങ്കിളും ആന്റിയൊക്കെ ആയിട്ട് വരും അവര്. ഞാൻ ഇവരുടെ വീട്ടിലേക്ക് വളരെ പേടിയോട് കൂടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്നത്. കാരണം അവർ അത്യാവശ്യം ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരുടെ അടുത്തൊക്കെ എങ്ങനെയാ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുക. ഞാൻ സ്റ്റാർട്ടിങ് ടൈമാണ്, ഞാനും ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കുന്നത്രേ, പ്രൊഡക്ട്സിനെ കുറിച്ച് പഠിക്കുന്നത്രേ. അപ്പൊ എന്റെ അപ്ലൈൻ ലീഡറാണ് എന്റെ കൂടെ വന്നിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചിട്ടും ഈ പ്രൊഡക്ട്സിനെ കുറിച്ചും പരിചയപ്പെടുത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവര് കാര്യങ്ങൾ കേട്ടു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇങ്ങനെയുള്ള കുറെ കമ്പനീസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള കുറെ പ്രൊഡക്ട്സ് ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ ഉള്ളിൽ ഒരു വിഷമം വന്നു, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബന്ധുവിന്റെ അടുത്തേക്ക് പോകുന്നത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഒരു ബന്ധുവിന്റെ അടുത്ത് പോകുന്നത്. പക്ഷെ അവിടെ ഉണ്ടായ ഒരു പോസിറ്റീവ് കാര്യം എന്താ വെച്ചാല് ലീഡറാണ് കൂടെ വന്നത് എന്നുള്ള കാര്യം കൊണ്ട് എനക്കാണെങ്കിൽ ഒന്നും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. പക്ഷെ ലീഡറാണ് പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഒരു പേസ്റ്റും ഒരു ഡിഷ് ലിക്വിഡും വന്ന് പോയിരുന്നു ഏറ്റവും സ്റ്റാർട്ടിങ് ടൈം. ഈ പേസ്റ്റ് ഇവർ ഉപയോഗിച്ചിട്ട്, എന്റെ ഒരു ഇളപ്പനാണ് പ്രകാശ് ഇളപ്പൻ, അവര് പറഞ്ഞു പേസ്റ്റ് കുഴപ്പമില്ലടാ, നല്ല പേസ്റ്റ് ആണ്, ഇത്രേ പറഞ്ഞുള്ളൂ, നല്ല പേസ്റ്റ് ആണ്. ഡിഷ് ലിക്വിഡ് ഈ കൈ പൊട്ടുന്നതിന് അവർക്ക് റിസൾട്ട് ആയിരുന്നു. അപ്പൊ അതും അവർക്ക് കുഴപ്പമില്ല, ഡിഷ് ലിക്വിഡ് അല്ലേ, കുഴപ്പമില്ല. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചെന്നാൽ ഇവര് മല്ല ഞാൻ വിളിച്ചിട്ട് ഒരു പ്രോഗ്രാമിന് വന്നിരുന്നു. അപ്പൊ അന്ന് തന്നെ എന്റെ ഭാഗ്യമാണ്, ഞാൻ വരുന്നു വിചാരിച്ചിരുന്നില്ല. പക്ഷെ എന്തോ ഭാഗ്യത്തിന് പ്രോഗ്രാമിന് വന്നിരുന്നു അവര്, പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിന് വന്നിരുന്നു. ഈ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിന് വന്നപ്പോഴാണ് ഇവർ ചിന്തിച്ചതല്ല, ഇത് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമുള്ള പ്രൊഡക്ട്സ് ആണ് നല്ല ഒരു വിശ്വാസം ഇവരുടെ. കാരണം ഡോക്ടർ അഞ്ജിത മാഡാണ്, ഭാഗ്യവശാൽ അന്ന് നമുക്ക് മാഡത്തിന്റെ ഡയറക്റ്റ് ലൈവ് ക്ലാസ് ആണ് നമുക്ക് ലഭിച്ചത്. ഇന്ന് പലപ്പോഴും ഓൺലൈൻ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിലും അന്ന് ലൈവ് ആയിട്ടുള്ള എവിടെയുള്ള ക്ലാസ് ആയിരുന്നു. ആ പോയ വ്യക്തി അതിനുശേഷം 95, വെൽഹാർട്ട്, കവചപ്രാഷ്, ന്യൂട്രി ലൈഫ്, നമ്മുടെ പേസ്റ്റ് കണ്ടിന്യൂസ് ആണ്. സത്യം പറയാൻ അതിനുശേഷം അവർക്കുണ്ടായ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഞാൻ തന്നെ ആലോചിക്കാൻ തുടങ്ങി, ഇവരെങ്ങനെയാണ് ഇങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങാൻ തുടങ്ങിയത്. കാരണം ഞാനും സ്റ്റാർട്ടിങ് ആണ് ബിസിനസ്സിൽ, ഇവരെന്താണ് ഇങ്ങനെ കണ്ടിന്യൂസ് വാങ്ങുന്നത്. അതിന് മെയിൻ ഒരു കാരണം ആ വ്യക്തിക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കറക്റ്റ് മനസ്സിലായി, എന്താണ് ഈ പ്രൊഡക്റ്റ്, ഇതിന്റെ സാധ്യത എന്താണ്, ഇത് അവർക്ക് കറക്റ്റ് ക്ലിക്ക് ആയിരുന്നു. അതുകൊണ്ട് അവർ പ്രൊഡക്റ്റ് വാങ്ങാൻ തുടങ്ങി. ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 6-7 മാസം കഴിയുന്ന സമയത്ത് ഈ അങ്കിൾ എന്നോട് പറഞ്ഞു, എടാ നിങ്ങളിതിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇങ്ങോട്ട് പറയാം, നിങ്ങളിൽ ഒരു സൈക്ലോവ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതെനിക്ക് വേണം. അപ്പൊ ഞാൻ ചിന്തിച്ച കാര്യം എന്ന് വെച്ചാൽ സൈക്ലോവ ഇപ്പൊ ഇറങ്ങിയ പ്രൊഡക്റ്റാണ്, ലേറ്റസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. ഇതെന്തിനാണ് ഇവര് ചോദിക്കുന്നത്? എനക്കാണെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുകയും ചെയ്യില്ല, കാരണം ഫ്രഷ് ആണ്, പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തതാണ് സൈക്ലോവ. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ വീഡിയോ ഡോക്ടർ DB അനന്തരാമൻ സാറിന്റെ ഒറിജിനൽ വീഡിയോ യൂട്യൂബിലുണ്ട്, ഞാനത് കണ്ടിരുന്നു, അപ്പൊ എനിക്കത് വേണമെന്ന് പറഞ്ഞു. ഞാൻ പ്രൊഡക്റ്റ് കൊണ്ടുകൊടുത്തു. അപ്പോഴത്തേക്ക് എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആന്റിക്ക്, പ്രകാശ് ഇളപ്പന്റെ ഭാര്യ ബിന്ദു ആന്റിക്ക്
ഇവർക്ക് എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ PCOD പ്രശ്നമായിരുന്നു. അപ്പൊ ഇവര് ഏത് ഡോക്ടറെ കാണിക്കണം? കാരണം ഇവർക്ക് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു, ഓവറായിട്ട് ബോഡി ഭയങ്കരമായിട്ട് തടി വെക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ പുരുഷന്മാരെ പോലെ മീശ, ഈ രോമം വളർച്ച ഉണ്ടായിരുന്നു. പീരീഡ്സ് പിന്നെ പറയേ വേണ്ട, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാല് കുറെ നേരം താഴെ വെക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ കാലിന്റെ അടി ഹീറ്റ് ആവാൻ വേണ്ടി തുടങ്ങും. രണ്ടാമത്തെ കുട്ടി ആവുന്നില്ല. ഒരു കുട്ടി ഉണ്ട് ഓൾറെഡി, 9 വയസ്സിലൊരു കുട്ടി ഉണ്ടായിരുന്നു, പെൺകുട്ടിയാണ്. രണ്ടാമത് കുട്ടി ആവുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവര് പിന്നെ ജോയിന്റ് പെയിൻ ഉണ്ടായിരുന്നു, എല്ലാ ജോയിന്റ്സും ഭയങ്കര പെയിൻ ആയിരുന്നു. അപ്പൊ ഇവർ ആരെ കാണിക്കണം? ഒരു ഡോക്ടറെ മാത്രം കാണിച്ചാൽ മതിയോ? അത് പലരെയും കാണിക്കണം? ഇങ്ങനെ ശരിക്കും സ്ട്രെസ്ഡ് ആയിരുന്നു ഇവര്. പക്ഷെ എനിക്ക് കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല, കാരണം നമ്മളോട് പറയേണ്ട കാര്യമല്ല, അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. അവിടെ എന്താ റിസൾട്ട് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സൈക്ലോവ വുമൺ കമ്പാനിയൻ യൂസ് ചെയ്തിരുന്നു. അതിന്റെ കൂടെ തന്നെ ആന്റി ന്യൂട്രലൈഫ് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പോയിരുന്നു. അവിടെ എന്താ റിസൾട്ട് കിട്ടിയെന്ന് വെച്ചാൽ ഉപയോഗിച്ചിട്ട് ഏകദേശം 1.5 മാസം കഴിയുമ്പോൾ രണ്ടാമതൊരു കോള് വന്നു. അതിനിടയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ രണ്ടാമത്തെ മെയിൻ കോള് വന്ന സമയത്ത് ഞാൻ കരുതി കാര്യമായിട്ട് എനിക്കെന്തോ പണി കിട്ടി. കാരണം എന്താണെന്ന് വെച്ചാല് എനിക്കറിയാത്ത പ്രൊഡക്റ്റാണ്. ഇതിനെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടായോ പ്രശ്നമായോ ആ ഒരു പേടിയോട് കൂടിയിട്ടാണ് ഞാൻ ഫോൺ എടുത്തത്. പക്ഷെ കിട്ടിയ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പറയലുണ്ട്, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്ട്സ് ആണ് ഈ ബ്രാൻഡിലുള്ള പ്രൊഡക്ട്സ്. ആദ്യമൊക്കെ ഞാൻ കരുതും അതിങ്ങനെ പറയുമ്പോ ഒരു രസത്തിന് കൂടി പറയുന്ന ഒരു സംഭവമാണ്. പക്ഷെ അന്നാണ് ഞാൻ ഇതിന്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയത്. ആ ബിന്ദു ആന്റിക്ക് ഇന്ന് അവരുടെ രണ്ടാമത്തെ കുട്ടി പറഞ്ഞത് നമ്മളുടെ ഈ പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഭൂമിയിലേക്ക് ഒരു കുഞ്ഞു ജീവൻ, ഒരു കുഞ്ഞിക്കാല് കൊണ്ടുവരാൻ കാരണം ഈ പ്രൊഡക്ട്സിന്റെ കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എന്റെ ഉള്ളിൽ ഇതുണ്ടാക്കിയ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, ഇതിന് മുകളിൽ ഒരു റിസൾട്ട് എനിക്ക് ഈ ബിസിനസ്സിൽ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. കാരണം ഒരു കുഞ്ഞു ജീവൻ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതിനപ്പുറം ഒരു റിസൾട്ട് കിട്ടുവാണെന്ന് ഡൗട്ടാണ്. അന്ന് ഭയങ്കരമായിട്ടുള്ള ബിലീഫായിരുന്നു എനിക്ക് കിട്ടിയത്. കാരണം അവരെന്ത് ഹാപ്പിയാണെന്ന് അറിയപ്പോ ആ കുട്ടി ആയ സമയത്ത്. അതോട് കൂടിയിട്ട് ആന്റിയുടെ ഈ പറയുന്ന പീരീഡ്സിന്റെ ഇത് അത്യാവശ്യം ക്ലിയർ ആയി, ജോയിന്റ് പെയിന് കുറയാൻ തുടങ്ങി, ഇങ്ങനെയുള്ള ഓവർ വെയിറ്റ് കുറയാൻ വേണ്ടി തുടങ്ങി, പീരീഡ്സ് കുറെ ക്ലിയർ ആയി. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു ഫാമിലിയുടെ ലൈഫാണ് ശരിക്കും അവരുടെ മാനസിക സന്തോഷവും അവരുടെ പണം സേവ് ചെയ്യാൻ വേണ്ടി പറ്റി. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു റിസൾട്ട് ആയിരുന്നു അന്ന് കിട്ടിയത്. അതിനുശേഷം ഞാൻ പേഴ്സണലി പ്രൊഡക്ട്സ് കൊടുക്കുന്നത് 2-3 പേസ്റ്റ് കൊടുക്കുന്നിടത്ത് 10-15 പേസ്റ്റും കവചും ഒക്കെ ഓടി നടന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. കാരണം അതിനപ്പുറം നമ്മൾ കൊടുത്ത് ഈ കൈ കൊണ്ട് കൊടുത്ത് കിട്ടിയ റിസൾട്ട് എന്ന് പറയുമ്പോൾ അത് പിന്നെ നമ്മൾ ആരും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, ആരും കേൾക്കേണ്ട ആവശ്യമില്ല. പ്രൊഡക്റ്റ് നല്ലതാണോ? നിങ്ങളുടെ പ്രൊഡക്റ്റ് അങ്ങനെയാണ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ്. എനിക്ക് ഈ ഭൂമിയിൽ ഒരാൾ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. കാരണം എനിക്ക് പേഴ്സണലി ബിലീഫ് കിട്ടി, വിശ്വാസം കിട്ടി. ഇതിനപ്പുറം എനിക്ക് ഒന്നും കിട്ടേണ്ട ആവശ്യം ഇല്ലാന്നുള്ള ഒരു ചിന്തയായിരുന്നു എന്റെ നെക്സ്റ്റ് ചിന്ത എന്ന് പറയുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയും, നമ്മൾ പ്രൊഡക്റ്റ് ആദ്യം ഉപയോഗിക്കുക, നമ്മൾക്കൊരു വിശ്വാസം വരിക, നമ്മളുടെ വായിൽ ഒരു പേസ്റ്റ് തേച്ച് നമുക്കുള്ളൊരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ആരും നെഗറ്റീവ് പറഞ്ഞാൽ നമുക്കത് വിഷയമല്ല. കാരണം അത് ഓൾറെഡി നമ്മളുടെ ഉള്ളിൽ തെളിയിച്ചു കഴിഞ്ഞു, നമുക്കത് വിശ്വാസം വന്നു. ഈ ഒരു വിശ്വാസമാണ് ശരിക്കും ഈ ബിസിനസ്സിൽ പലർക്കും ആദ്യം തന്നെ വേണ്ടത്. അതിന് നമ്മൾ പച്ചയായ എന്താ പറയാ, നമ്മൾ ഇറങ്ങുക അങ്ങോട്ടേക്ക്, എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള റിസൾട്ടുകൾ നമ്മളിലേക്ക് എത്തുള്ളൂ. അതിനുശേഷം ഒരുപാട് റിസൾട്ടുകൾ പല കാര്യങ്ങളിലും കിട്ടി. ഒരുപക്ഷെ അത് സംസാരിക്കാനുള്ള ടൈം അല്ല നമ്മുടെ ടൈം എന്ന് പറയുന്നത്. അപ്പൊ പ്രൊഡക്ട്സ് നല്ലതാണെന്നുള്ളൊരു വിശ്വാസം കിട്ടി. പിന്നെ ഞാൻ നോക്കിയത് ഇൻകമാണ്, വരുമാനമാണ്. സ്വാഭാവികമായിട്ടും നമ്മളൊരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ജീവിക്കാൻ വരുമാനം വേണം. വരുമാനം ഉണ്ടാക്കാനാണ് നമ്മൾ പലരും ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. പക്ഷെ വെറും വരുമാനമല്ല ഇവിടെ കിട്ടുന്നത് എന്നുള്ളത് ഈ ബിസിനസ് തന്നെ തെളിയിച്ചു തരും. കാരണം പേഴ്സണാലിറ്റി ഒരുപാട് മാറും. നമ്മൾ നന്നായിട്ട് ജനങ്ങളോട് ഇന്ററാക്ട് ചെയ്യാൻ പഠിക്കും, സ്നേഹിക്കാൻ പഠിക്കും. എല്ലാവരും മനസ്സറിഞ്ഞ ആൾക്കാരെ സ്നേഹിക്കാനും ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനും കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഞാൻ ചെയ്ത കാര്യം വെച്ചാൽ ഇൻകം, വരുമാനം കിട്ടുമോ? ഇവര് ഈ പ്രോഗ്രാമിലൊക്കെ പറയുന്നുണ്ട്, സാധാരണ ചേച്ചിമാരൊക്കെ വന്നിട്ട് ഞാൻ ആഴ്ചയിൽ 50,000 രൂപ വരുമാനം വാങ്ങി, ഞാൻ ആഴ്ചയിൽ 1 ലക്ഷം വരുമാനം വാങ്ങി. ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ മാസം നമ്മൾ കുത്തിരുന്ന് പണിയെടുത്തിട്ട് പോലും നമുക്ക് 20,000-30,000 ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ആൾക്കാർ പറയുന്നത് ഞാൻ ഒരു ടീം ഉണ്ടാക്കി, ഞാൻ പേസ്റ്റ് ഒക്കെ കൊടുത്തു, ഞാൻ 50,000-1 ലക്ഷം വരുമാനം ഉണ്ടാക്കി, 2-10 ഉണ്ടാക്കി. അപ്പൊ ഞാൻ ചിന്തിച്ച കാര്യം വെച്ചാല് സത്യമായിരിക്കും, പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് കിട്ടാതെ നമുക്ക് വിശ്വാസം വരില്ലല്ലോ. അപ്പോ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ആ വരുമാനം കൂടി കിട്ടണം. ഈ വരുമാനം കിട്ടുന്നുണ്ട്, നമുക്ക് കിട്ടണം വരുമാനം.
റീറ്റെയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഈ പറഞ്ഞ പോലെ ബന്ധുക്കൾ ഈ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഡക്ട്സ് കൊടുക്കുമ്പോഴൊക്കെ ചെറുതായിട്ടുള്ള വരുമാനം കുറച്ച് കിട്ടായിരുന്നു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, വരുമാനം കിട്ടുന്നുണ്ട്. ഇന്ന് നമ്മൾക്ക് ഒരു 1000 രൂപ വേണോ, ഇന്നൊരു 10 ആൾക്ക് പേസ്റ്റ് കൊടുത്താൽ എറൗണ്ട് ഒരു 500 രൂപയുടെ അടുത്ത് വരുമാനം ഉണ്ടാക്കാം. ഇന്നൊരു 10 പേർക്ക് കവചപ്രാശ് കൊടുത്തു കഴിഞ്ഞാൽ 4000-ന് മുകളിൽ രൂപ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. ഇതൊക്കെ ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റുന്ന വരുമാനം. പ്രാക്ടിക്കലി ഈ ബിസിനസ്സിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവരെല്ലാം പറയുന്ന വലിയ വരുമാനം ഉണ്ടല്ലോ, ആഴ്ച കിട്ടും വരുമാനം, സ്വാഭാവികമായിട്ട് അത് ഉണ്ടാക്കണമെങ്കിൽ ടീം നമുക്ക് ഉണ്ടായിരിക്കണം. ടീം ഉണ്ടെങ്കിലാണ് കമ്പനിയിൽ നിന്ന് വരുന്ന കച്ചവടത്തിന്റെ ടേൺ ഓവറിന്റെ ഒരു ഇത്ര ശതമാനം നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നല്ല ടീം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ബിസിനസ് അത്യാവശ്യം നല്ല പച്ച പിടിക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷെ ഇതിനിടയിൽ കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. എന്താ പറയാ, ആൾക്കാർക്ക് ഈ ബിസിനസ് മനസ്സിലാവാത്ത സിറ്റുവേഷൻസ്, നെഗറ്റീവ് പറയുന്ന ആൾക്കാര്, കുറ്റങ്ങൾ പറയുന്ന ആൾക്കാര്. പക്ഷെ സത്യം പറഞ്ഞാൽ അതൊക്കെ നമുക്കൊരു രസമായിട്ട് എടുക്കണം, ഒരു സന്തോഷമായിട്ട്. ഇവര് പറഞ്ഞോട്ടെ, നമുക്കത് വിഷയമല്ല. കാരണം നമ്മൾക്കൊരു മേഖല മനസ്സിലാക്കി കഴിഞ്ഞാല് പിന്നെ ബാക്കിയുള്ളവർ എന്താ പറയുന്നത് എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. കാരണം അവർ പറയുന്നത് തെറ്റെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതായത് ഇപ്പൊ ബാക്കിയുള്ളവർ, ഇപ്പൊ നിങ്ങളുടെ ഫാമിലി മെമ്പർ, ഇപ്പൊ അച്ഛനോ അമ്മയോ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ ഇത്തിയോ കൂട്ടുകാരനോ, ഇവര് പറയുന്നത് എടാ അത് വേണ്ട, അത് മോശമാണ്, ഇവര് പറയുന്നതിൽ തെറ്റെന്ന് ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാല് ഏതൊരു വ്യക്തിക്കും ഒരു കാര്യത്തെ കുറിച്ച് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാലേ അവർക്ക് മറ്റൊരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ നമ്മളുടെ ബന്ധുവോ സുഹൃത്തോ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് ഒരുപക്ഷെ ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആരോ എന്തോ ചെയ്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റോങ് കമ്പനീസ് ചെയ്ത കാര്യങ്ങളായിരിക്കാം അവർക്ക് അറിയുന്നത്. സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിലും എന്റെ ഒരു കൂട്ടുകാരൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കും? കൂട്ടുകാരനോടുള്ള സ്നേഹം കാരണം ഞാൻ പറഞ്ഞു കൊടുക്കും, എടാ അത് വേണ്ട, അത് നല്ലതല്ല. പക്ഷെ എനിക്കിത് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ അതിന്റെ പോസിറ്റീവ് വശങ്ങൾ പറഞ്ഞു കൊടുക്കും. സ്വാഭാവികമായിട്ടും നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമുക്കിതേ കുറിച്ച് നല്ലത് പറഞ്ഞുതരാൻ ആൾക്കാർ ഇല്ല, വളരെ കുറവായിരുന്നു സത്യം പറയാൻ. ഇന്ന് ഒരുപാട് അച്ചീവേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് വരുമാനം വാങ്ങുന്നുണ്ട്. പക്ഷെ അന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല വരുമാനം വാങ്ങിയ ആൾക്കാർ എന്റെ നാട്ടിൽ തന്നെ വളരെ വളരെ കുറവായി. 210 ഈ നാടേ നോക്കണ്ട, ഇവിടെ മഷിയിട്ടാൽ പോലും കാണാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു 210 എന്ന് പറഞ്ഞാൽ. ഇന്നിപ്പോ സത്യം പറഞ്ഞാല് വെറുതെ ഒന്ന് നാട്ടിലെ പോകുമ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ എവിടെയൊക്കെയോ 210 വാങ്ങിയിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയ ഒരുപാട് പേര് ഈ നാട്ടിലാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ആണ്. നമ്മൾക്ക് തന്നെ കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന ടൈപ്പ് അച്ചീവ്മെന്റ്സ് ആണ് പലരും ഉണ്ടാക്കിയത്. അത് ഈ ഇൻഡസ്ട്രിയുടെ, ഈ കമ്പനിയുടെ പൊട്ടൻഷ്യലാണ്. അപ്പൊ ഞാൻ നോക്കി വരുമാനം നല്ല ടീമാക്കി, ഒരുപാട് സ്ട്രഗിൾസിൽ കൂടി പോയി ചെറുതായിട്ടൊരു ടീം ഉണ്ടാക്കാൻ തുടങ്ങി. 1-2 പേര് സ്റ്റാർട്ട് ചെയ്തു, അതിലൊരാൾ പോയി, പക്ഷെ പുതിയൊരാൾ വന്നു. ആ പുതു പ്രതീക്ഷകൾ നമ്മുടെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങി, ടീം ഫോം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നല്ല വരുമാനം കൂടാൻ തുടങ്ങി. ഒരാഴ്ചയിൽ എന്താ പറയാ, കുഞ്ഞു വരുമാനങ്ങൾ, ഒരു 200 രൂപ 300 രൂപയുടെ അടുത്തൊക്കെ. അത് കിട്ടണമെങ്കിൽ തന്നെ ഏകദേശം 300 രൂപ ആവണം. അപ്പൊ അതവിടെ കമ്പനി ഹോൾഡ് ചെയ്യുമ്പോൾ അതും നോക്കിയിരിക്കും, ഇതെപ്പോ വരും. കാരണം നമുക്കറിയില്ലല്ലോ ഇത് ഇത്ര ആയാലേ വരുള്ളൂ എന്നുള്ളത്. പിന്നീട് അതിന്റെ ബേസിക്സ് പഠിക്കാൻ തുടങ്ങി, നല്ല ടീം ഫോം ചെയ്യാൻ തുടങ്ങി, ചെറുതായിട്ട് ടീം ഉണ്ടാവാൻ തുടങ്ങി, നല്ല പെർഫോമൻസ് ബോണസ് അടിക്കാൻ പറ്റി, ആദ്യത്തെ റാങ്ക് കയറാൻ പറ്റി. ഈ ആദ്യത്തെ റാങ്ക് ഒക്കെ കയറുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. കാരണം അതിനുശേഷം നിങ്ങൾക്ക് റാങ്ക് കിട്ടിക്കഴിഞ്ഞാലും ആദ്യം കിട്ടുന്ന ഒരുപക്ഷെ ഒരു അമ്മയ്ക്ക് ആദ്യം ജനിക്കുന്ന കുട്ടി എന്ന് പറയുന്നത്, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആദ്യ കുട്ടിയോട് ഒരു സ്നേഹം, എല്ലാവരോടും ഒരേ സ്നേഹമായിരിക്കും, എന്നാലും ഞാൻ പറയുന്നത് ആദ്യം ആഗ്രഹിച്ച് സ്വന്തം ചോരയിൽ നിന്ന് ഈ ശരീരത്തിൽ നിന്ന് ഒരു കുഞ്ഞു ജീവൻ എന്ന് പറയുമ്പോൾ അത് ആദ്യത്തതിനൊരു സന്തോഷം വളരെ കൂടുതലായിരിക്കും. എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും, എന്നാലും ഞാൻ പറയും. അപ്പൊ അതുപോലെ തന്നെ ആദ്യത്തെ റാങ്ക് ടീം കോർഡിനേറ്റർ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, നമ്മൾ ഉറക്കൊല്ലം കെടുത്തുന്ന ഒരു റാങ്കാണ്. കാരണം ഇത് എങ്ങനെ അടിക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്ത് ഓടിക്കിട്ടുന്ന ഒരു റാങ്കാണ് TC ടീം കോർഡിനേറ്റർ. 3 ലക്ഷത്തിന് ഇൻഷുറൻസ് കമ്പനിയുടെ ആകും ഫ്രീ അങ്ങോട്ടേക്ക്. ഇത് കിട്ടിയ സമയത്ത് അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരാഴ്ചയിൽ അത്യാവശ്യം നല്ല വരുമാനമായി. അപ്പൊ വരുമാനം കിട്ടുന്നുണ്ട്. അങ്ങനെ ടീം വലുതാവാൻ തുടങ്ങി, വരുമാനം കൂടാൻ തുടങ്ങി. ഏകദേശം ഒരു ആഴ്ചയിൽ 70,000-അടുത്തൊക്കെ വരുമാനം കയറി. ഈ വരുമാനം കയറുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നമുക്കും കിട്ടും. അതിന് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നേരത്തെ വരണം, അവർക്ക് കഴിവുണ്ട്. ഇതൊന്നും അല്ല ഇതിന്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ബേസിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ പറ്റിയോ ഈ ബിസിനസ്സിൽ ആർക്കും ക്ലിക്ക് ആവാൻ വേണ്ടി പറ്റും. നമ്മൾ 5 പേർക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മളെ പോലെ ഈ ബിസിനസ് നന്നായിട്ട് ഏറ്റെടുക്കുന്ന ഒരു 5, 10, 20, 30, 100 പേര് നമ്മളെ കൂടി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കമ്പനിയിലേക്ക് വലിയ കച്ചവടം നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ വലിയ കച്ചവടം കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഒരു 12% മാച്ചിങ് 12% എന്ന് പറയുന്നത് നമ്മുടെ വരുമാനമായിരിക്കും.
അതിപ്പോ ഇനി ഏത് കുഞ്ഞ് ചെയ്തു കഴിഞ്ഞാലും 18 വയസ്സുള്ള ശേഷമുള്ള ഏത് വ്യക്തി ചെയ്തു കഴിഞ്ഞാലും അവർക്ക് ആ വരുമാനം ഉണ്ടാവും. അല്ലാതെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് കുറച്ച് ഒരു 10 വർഷം മുമ്പേ വരണമായിരുന്നു, ഒരു 5 വർഷം മുമ്പേ വരണമായിരുന്നു, നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് എന്താ പറയാ ഇങ്ങനെയുള്ളതിനെ ഇങ്ങനെ ആക്കായിരുന്നു. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് അതൊന്നും അല്ല ഇതിന്റെ സാധ്യത എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് വന്നോ, ഇന്ന് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഒരുപക്ഷെ കഴിഞ്ഞ 5 വർഷം ID രജിസ്റ്റർ ചെയ്ത ഒരു വ്യക്തിയെക്കാളും ഇന്ന് നിങ്ങൾ തുടങ്ങിയിട്ട് വരുന്ന ഒരു 6 മാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? ദാറ്റ് ഷോസ് ദ ഡിഫറൻസ്. അവിടെയാണ് അതിന്റെ ഒരു നിങ്ങൾക്കുള്ള മാജിക് ഉണ്ടാക്കാൻ പറ്റുന്നത്. നിങ്ങൾ ആ എടുക്കുന്ന സമയത്തിന് ശേഷം, സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള പീരീഡിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അവിടെയാണ് ഇതിന്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ വരുന്നത്. കാരണം ഏകദേശം 145 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഈ ബിസിനസ് ഇന്ന് ചെയ്യുന്ന ആൾക്കാർ ഇത്ര ആൾക്കാരുണ്ടാവും, ഇത്ര ആൾക്കാർ. അതിന് പുറത്തുള്ള മുഴുവൻ ആൾക്കാരും നമ്മളുടെ സാധ്യതകളാണ്. പലരും പറയും എന്റെ വീട്ടിന് അപ്പുറമുള്ള ആളുണ്ട്, എന്റെ വീട്ടിന് ഇപ്പുറമുള്ള ആള് ബിസിനസ്സിലുണ്ട്, ഞാനിപ്പോ ഇനി എന്ത് ചെയ്തിട്ട് കാര്യം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ പുറത്ത് കോടാനുകോടി ജനങ്ങൾ ബാക്കിയുണ്ട്, കോടാനുകോടി ജനങ്ങൾ. ആ ജനങ്ങളിൽ നിന്ന് ഒരു മിനിമം ഒരു 100 പേരുടെ ടീം നമ്മളുടെ 2 വിങ്ങിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ എല്ലാ ആഴ്ചയിലും സീലിംഗ് അടിക്കാം. അപ്പൊ നിങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, നിങ്ങൾക്ക് ചിന്തിക്കാം പറയാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ, ഒരു നഷ്ടസാധ്യതയും ഇല്ലാതെ ഇത്രയും സാധ്യതയുള്ള മറ്റേത് മേഖലയാണ് ഈ സാധാരണക്കാരന് കിട്ടുക? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കുകയല്ലേ വേണ്ടത്, നമ്മൾ നന്നായിട്ട് ഇതിനെ കുറിച്ച് എഡ്യൂക്കേറ്റഡ് ആവുകയല്ലേ വേണ്ടത്. കാരണം അറിവ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ കുറെ കൂടി എളുപ്പമാവും. കാരണം മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ കേൾക്കില്ല. കാരണം നിങ്ങൾക്കറിയാം എന്താണ് ഈ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ, ഈ ബിസിനസ് നിങ്ങളിൽ എന്ത് മാറ്റം കൊണ്ടുവരും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ആര് നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലേക്ക് ആ നെഗറ്റീവ് കയറില്ല. ഞാൻ ഇന്ന് ഒരു പക്ഷെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്റെ ഉള്ളിലൊരു വിശ്വാസം എന്താണെന്ന് വെച്ചാല്, ഞാനെന്ന വ്യക്തിക്ക്, ഞാനൊരു സാധാരണക്കാരനാണ്, ഒരു കുഞ്ഞു വീട്ടിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. നമ്മൾ എന്ന വ്യക്തിക്ക് ഇത് ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് പിന്നെ മറ്റുള്ളവർ പറയുന്നത് നമുക്ക് വിഷയമല്ല. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള സാധ്യതകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം. ഏത് നിമിഷമാണോ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇത് ഇറങ്ങി ചെല്ലുന്നത്, അന്ന് മുതൽ നിങ്ങൾ എക്സ്ക്യൂസ് പറയുന്നത് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ, എന്താ പറയാ, നാളെ ആവട്ടെ, ഇന്നാവട്ടെ, കുറച്ച് കഴിയട്ടെ, ഇവരുടെ കല്യാണം കഴിയട്ടെ, ഇവിടെ ഉത്സവമുണ്ട്, ഇത് കഴിയട്ടെ, ഇതെല്ലാം നിങ്ങൾ മാറ്റിവെക്കും. ഞാൻ പറയുന്നത് ഒന്നും വേണ്ട എന്നല്ല പറയുന്നത്. നമ്മളൊരു സോഷ്യൽ ജീവിയാണ്, നമുക്കെല്ലാം വേണം, നമ്മുടെ എല്ലാ കാര്യങ്ങളും വേണം. പക്ഷെ എല്ലാത്തിലും ഉപരി നമ്മൾ സ്നേഹിക്കുന്ന നമ്മളും നമ്മളുടെ കുടുംബങ്ങളും നമ്മുടെ സുഹൃത്തുക്കളും ഇവരൊക്കെ നാളെ ഒരുപക്ഷെ ലൈഫിൽ സെറ്റിൽ ആക്കാൻ നമ്മൾ ഈ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. അപ്പൊ അതല്ലേ നമ്മൾ ശരിക്കും പ്രയോറിറ്റി കൊടുക്കേണ്ടത്, നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ശരിക്കും അതിനല്ലേ. അപ്പൊ ആ ഒരു അറിവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ വേണ്ടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാരണം ഈ അവസരം ഞാൻ മനസ്സിലാക്കുന്നത് ഈ അവസരം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കയ്യിൽ കൂടി ഇങ്ങനെ തൊട്ടു പോയിട്ടുണ്ടാവും, അതായത് ഇങ്ങനെ മുട്ടി ഇതിൽ കൂടി പോയിട്ടുണ്ടാവും. പക്ഷെ പലരും ഇന്നും ഈ ഓപ്പർച്യൂണിറ്റിയുടെ സാധ്യത മനസ്സിലാക്കാതെ പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നല്ല ഇൻഡസ്ട്രി ആണെങ്കിൽ ആ ഇൻഡസ്ട്രി കയറിപ്പോവും. ആ ഇൻഡസ്ട്രിയിൽ ആരാണോ നിൽക്കുന്നത് അവരുടെ ലൈഫ്, ഏറ്റെടുക്കുന്ന ആൾക്കാരുടെ ലൈഫ് മാറാൻ ചെയ്യും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് ദൈവം അനുഗ്രഹിച്ചിട്ട് ഈ ബിസിനസ് ഇന്ത്യയിൽ ബൂം ആവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കയ്യിൽ ഈ ബിസിനസ് കിട്ടി. അപ്പൊ ഈ കിട്ടിയ സമയത്ത് ഇന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങളൊരു തെങ്ങ് നട്ട് കഴിഞ്ഞാൽ ഇടക്കിടക്ക് അത് ചിരണ്ടിയിട്ട് ഇതിന്റെ തേങ്ങ പിടിക്കുന്നുണ്ടോ എന്ന് ചിരണ്ടി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്, ആ തെങ്ങ് വളരില്ല. പക്ഷെ നിങ്ങൾ ഈ ബിസിനസ്സിന് ഒരുപക്ഷെ ഒരു ഈ പറഞ്ഞ നാളികേര വൃക്ഷം നിങ്ങൾ നട്ടതുപോലെ നിങ്ങൾ ഇന്നൊന്ന് ഒരു ഐഡിയ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇതിനെ നിങ്ങൾ നന്നായിട്ട് വളവും വെള്ളവും ഇതിനെ കൃത്യമായിട്ട് നിങ്ങൾ പരിചരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ പറയുന്നു കൃത്യമായിട്ട് പരിചരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിവിനപ്പുറം ഈ ബിസിനസ്സിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ എന്താ പറയാ, നാളികേര വൃക്ഷത്തിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിയുമ്പോൾ അത് ഇങ്ങോട്ടൊരു റിട്ടേൺ തരാൻ തുടങ്ങും. ഈ റിട്ടേൺ നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ പറയുന്നത് ഞാനൊരു തെങ്ങ് നട്ടിട്ടുണ്ട്, ഒരു 5-ാം വർഷം മുതൽ തേങ്ങ പിടിക്കാൻ തുടങ്ങി, ഇനി എനിക്ക് തേങ്ങ വേണ്ട, എനിക്കൊരു മടിയാണ്, ഇനി അത്യാവശ്യം തേങ്ങ ഒന്നും വേണ്ട, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ തലമുറയ്ക്ക് ഈ തെങ്ങ് തേങ്ങ കൊടുക്കും. അതാണ് ചില വൃക്ഷങ്ങളുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. പക്ഷെ
ആലോചിച്ച് നോക്കണം. നിങ്ങൾ അതിനിടയിൽ പയറും ചീരയൊക്കെ നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 6 മാസം അതിനുള്ളിലേക്ക് നിങ്ങൾക്ക് വിളവെടുക്കാം, നിങ്ങൾക്ക് കഴിക്കാം, അടുത്തത് വേണമെങ്കിൽ നടാം. പക്ഷെ നാളികേരം എന്ന് പറയുന്നത് സമയമെടുത്ത് വരുന്ന ഒരു സാധനമാണ്. പക്ഷെ അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വർഷങ്ങൾ നിങ്ങൾക്ക് എന്താ പറയാ കായ്ഫലം തരുന്ന ഒരു 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 സംഭവമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ബിസിനസ് ഒരിക്കലും പെട്ടെന്ന് പണക്കാരനാവാനോ പെട്ടെന്ന് ആൾക്കാരെ പറ്റിക്കാനുള്ള ഒരു സംഭവമല്ല. ഇത് നിങ്ങൾ ഒരുപക്ഷെ ഒരാൾ ഒരു 10, 20, 30 വർഷം എടുത്ത് ബിസിനസ് ചെയ്യുന്നത് പോലെ പൊട്ടൻഷ്യൽ ഉള്ള ബിസിനസ് ആണ്. പക്ഷെ 30 വർഷം അവിടെ ഇടുന്നതിന് പകരം ഇവിടെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു 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 2 to 5 years 6 years നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ, പിന്നെ അതിനും കൂടി ഞാൻ പറയാം, ഞാൻ വന്നിട്ട് 5 വർഷമായി എന്ന് പറഞ്ഞോണ്ട് കാര്യമില്ല. വന്നതിന് ശേഷം എന്ത് ചെയ്തു, ഈ ബിസിനസിന് വേണ്ടി എന്തൊക്കെ ആത്മാർത്ഥമായിട്ട് എക്സ്ക്യൂസസ് ഇല്ലാതെ നിങ്ങൾ ചെയ്തു, എല്ലാം ദൈവം എഴുതി വെക്കും. ഈ ബിസിനസ്സിൽ കമ്പനിയും എഴുതി വെക്കും കറക്റ്റ് ആയിട്ട്. ഈ വ്യക്തി എന്ത് ചെയ്തു, ഈ വ്യക്തി പാകപ്പെട്ടു ഈ ബിസിനസിന് വേണ്ടിയിട്ട്, ഇതെല്ലാം കമ്പനി കറക്റ്റ് നോക്കി വെക്കും. അതിന് മാത്രമേ നിങ്ങൾക്ക് ഇവിടുന്ന് ഇൻകം കിട്ടുള്ളൂ. പക്ഷെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്തതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ന് ചെയ്തതിന്റെ ഒരു 1000 മടങ്ങ് റിട്ടേൺസ് ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇത് ഞാൻ ഇത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ എല്ലാവരോടും സംസാരിക്കുമ്പോഴും എന്റെ എക്സ്പീരിയൻസ് വളരെ ചെറുതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ദൈവം നൽകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ആർക്കും ആരെയും പഠിപ്പിക്കാനൊന്നും പറ്റില്ല. പക്ഷെ അവരവൻ മനസ്സൊന്ന് ഈ ഹൃദയം ഒന്ന് തുറന്നു കഴിഞ്ഞാൽ അവനവന്റെ ഉള്ളിലേക്ക് പുതു കാര്യങ്ങൾ കയറാൻ തുടങ്ങും. ഈ ഭൂമിയിൽ ഇങ്ങനത്തെ സാധ്യതകളുണ്ട്, ഈ ബിസിനസ്സിൽ ഇങ്ങനത്തെ സാധ്യതകളുണ്ട്, ഞാൻ കുറെ കൂടി പ്രവർത്തിക്കണം, ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് അടിച്ചു കയറും. ഇത് കയറിക്കഴിഞ്ഞാൽ ഇത് ഒരാൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ദൈവം അനുഗ്രഹം, സർവശക്തനായ ദൈവം നിങ്ങൾക്ക് തരട്ടെ. വലിയ ശക്തമായിട്ടുള്ള ഒരു ടീമാണ് നമ്മളുടെ കൂടെ ഉള്ളത്. ഈ കമ്പനി എന്ന് പറയുന്നത് മഹാവീർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് 4 ആളുടെ കൂടി ഒന്നിച്ചിരുന്നിട്ട് വട്ടത്തിൽ ഇരുന്നിട്ട് ചായ കുടിക്കുമ്പോൾ തുടങ്ങിയ ഒരു ബിസിനസ് അല്ല മഹാവീർ ഇന്ത്യ എന്ന് പറയുന്ന മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ 21-22 ബിസിനസ്സുകൾ ഉള്ള വലിയ, ഇന്ത്യയിലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഫേമാണ് നമ്മുടെ MI എന്ന് പറയുന്നത്. അവരുടെ പല ബിസിനസ്സിൽ ഒരു ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗിലുള്ള നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. 0 ഡെപ്റ്റ് കമ്പനിയാണ്, 1 രൂപ കടമില്ലാത്ത കമ്പനിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഈ ഒരു കമ്പനിയിൽ ഇതൊരു പേസ്റ്റ് അല്ലേ, ഇതൊരു സോപ്പല്ലേ, ഇത് കൂടിപ്പോയാൽ എത്ര വരെ ഈ കമ്പനി പോകും? ഈ പറയാൻ തുടങ്ങിയ ആൾക്കാർക്ക് ഇപ്പൊ അസുഖം പിടിച്ച പല ആൾക്കാരും നമ്മുടെ നാട്ടിലില്ല. പക്ഷെ കമ്പനി ഇപ്പോഴും ഉണ്ട്, പ്രൊഡക്ട്സ് വളരെ സ്ട്രോങ് ആണ്, കമ്പനി സ്ട്രോങ് ആയിട്ട് റൺ ചെയ്യുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ മനസ്സിലാക്കുന്നിടത്താണ് ഈ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ഇത് മനസ്സിൽ എന്താ പറയാ ഉറപ്പിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ സാധ്യതകൾ തുറന്നു കിട്ടുന്നത്. അത് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ. ചെറുതായിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഞാൻ ഈ ബിസിനസ്സിൽ നേടിക്കൊണ്ട് വരികയാണ്. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറെ വർഷങ്ങളായി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ കുറെ പഠിക്കാനുണ്ട്, കുറെ അനുഭവിക്കാനുണ്ട്, കുറെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാനുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ബിസിനസ്സുകാരന് ഒരു രസമാണ്. അതൊക്കെ ഒരു എൻജോയ്മെന്റ് ആണ്. 2 ആൾ നെഗറ്റീവ് പറഞ്ഞു, ഓ സന്തോഷം, നല്ല കാര്യം. 4 ആളും കൂടി നെഗറ്റീവ് പറയട്ടെ. അത് പറയുമ്പോഴാണ് നമ്മൾ സ്ട്രോങ് ആവുന്നത്. അല്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും നീ ഒന്നും പഠിക്കണം, അടിപൊളി, ഈ പറഞ്ഞോണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ സ്ട്രോങ് ആവില്ല. നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ്സ് ലഭിക്കണം ഫീൽഡിൽ നിന്ന്. ഒരു 10 പ്രാവശ്യം നെഗറ്റീവ് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതൊരു ഗെയിമാണ്, ഒരു രസമാണ്, ഒരു എന്താ പറയാ, കേൾക്കട്ടെ ഓക്കെ കമോൺ, ഇത് നിങ്ങൾക്കൊരു രസമായിട്ട് തോന്നും. ഇത് കേൾക്കാൻ തുടങ്ങിയ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഇന്ധനം നിങ്ങളുടെ ഉള്ളിലേക്ക് ലഭിക്കും. ഈ ബിസിനസ് നമ്മൾ ഒരാൾ നെഗറ്റീവ് പറഞ്ഞു ഞാൻ മതിയായിരുന്നു, അതല്ല ഈ ബിസിനസ്. നിങ്ങളൊന്ന് നന്നായിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. കുറെ പേരിലേക്ക് നിങ്ങളൊന്ന് ഇറങ്ങി നോക്ക്. നിങ്ങൾ സ്വപ്നം കണ്ട ലൈഫ് സ്റ്റൈൽ ഇവിടുന്ന് ആരെയും പറ്റിക്കാതെ ജെന്യൂൻ ആയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു അവസരത്തിൽ ഞാൻ ടൈം കുറച്ച് കൂടുതൽ എടുക്കുന്ന തോന്നുന്നത് എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും സർവശക്തനായ ദൈവം നിങ്ങളെല്ലാരെയും ഈ ബിസിനസ് മനസ്സിലാക്കാനും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ വലിയ സാധ്യതകൾ മനസ്സിലാക്കാനും വരുന്നൊരു കുറച്ച് വർഷത്തിൽ എന്താ പറയാ കൊതിപ്പിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് 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 മൈ ലൈഫ് സ്റ്റൈൽ. താങ്ക് യു.